കേരള സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം നടക്കുന്നു. അവരുടെ വിചാരണ സദസ്സ് നേരത്തെ വൈസ് ചാൻസലർ തൃശൂർ രാമനിലയത്തിൽ ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിച്ചിരുന്നു. അദ്ദേഹം SFI രാഷ്ട്രീയത്തെ, DYFI രാഷ്ട്രീയത്തെയൊക്കെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം. വിചാരണ സദസ്സാണ്. SFI നേതാക്കൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധത്തിലേക്ക് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, SFIയുടെ പ്രതിഷേധം കേരള സർവകലാശാലയിൽ നേരത്തെ വൈസ് ചാൻസലർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രൂക്ഷ വിമർശനമാണ് അവർക്കെതിരെ ഉന്നയിച്ചത്. ഇപ്പോൾ SFIയുടെ പ്രതിഷേധം, വിവരങ്ങൾ. ഉന്മേഷ പ്രതിഷേധം നേരത്തെ തീരുമാനിച്ചതാണ്. മോഹൻ കുന്നുമേലിന്റെ പ്രതികരണത്തിന് മുൻപ് തന്നെ തീരുമാനിച്ചതാണ്. ഇതൊരു വിചാരണ സദസ്സാണ്. എന്താണ് സർവകലാശാലയിൽ നടക്കുന്നത്, സർവകലാശാലയുടെ പ്രശ്നങ്ങൾ എന്താണ്, സർവകലാശാലയിൽ നിലവിൽ ഈ അപേക്ഷകളിൽ മേൽ എന്താണ് VC സ്വീകരിക്കുന്ന നിലപാടുകൾ തുടങ്ങി വിശദമായി വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ വിചാരണ സദസ്സിന്റെ ഒരു രീതി. മറ്റ് സമരങ്ങളെ പോലെ ഇതൊരു സംഘർഷത്തിലേക്കോ മറ്റോ പോകില്ല, സമാധാനപരമായിരിക്കും ഈ സമരം. എന്തായാലും SFI സംസ്ഥാന പ്രസിഡന്റാണ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് രാവിലെ UDFന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും സെനറ്റ് അംഗങ്ങളുടെയും പ്രതിഷേധമുണ്ടായിരുന്നു. അതേ രീതിയിൽ സമാധാനപരമായ സമരത്തിലേക്കാണ് SFI പോകുന്നത്. ഇതിനുശേഷം ഈ നേരത്തെ പറഞ്ഞതുപോലെ താനിവിടെ എത്തിയാൽ കാൽ വെട്ടുമെന്ന് SFI പ്രവർത്തകർ പറഞ്ഞു, അല്ലെങ്കിൽ അത്ര ഭീഷണിയുണ്ട് എന്നുള്ള മോഹൻ കുന്നുമേലിന്റെ പ്രതികരണത്തിൽ മേൽ ഒരുപക്ഷെ പ്രതികരണം ഈ ശിവപ്രസാദിന്റെ കേരള സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം തുടരും.